നമ്മളിപ്പോൾ ഉള്ളത് മിഠായി തെരുവിലാണ് കേട്ടോ. നമ്മുടെ കുട്ടൂസിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. ആദ്യം കരുതിയത് കൊണ്ടോട്ടിയിൽ നിന്ന് എടുക്കാമെന്നാണ്. പിന്നെ തോന്നി നമുക്ക് മിഠായി തെരുവിലേക്ക് തന്നെ വരാമെന്ന്. രാമനാട്ടിലുള്ള സമയത്ത് നമുക്ക് മിഠായി തെരുവൊക്കെ കുറച്ച് എളുപ്പമായിരുന്നു. കൊണ്ടോട്ടിയിലായപ്പോൾ ഇച്ചിരി ലോങ് ആണ് കേട്ടോ. ടൗണൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവിടെ എത്തിയതും കുറച്ച് ജ്യൂസാണ് കുടിച്ചത്. ആ ജ്യൂസൊക്കെ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് കയറി. അവനൊട്ടും സഹകരിച്ചില്ല കേട്ടോ. ആൾ നല്ല ഉറക്കത്തിലായിരുന്നു. കാരണം ചൂട് കാരണം അവൻ ഉറങ്ങിപ്പോയി. പിന്നെ ഇത് അവന് ഓരോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നോക്കിയായിരുന്നു. അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്തത് ഇതിനകത്തില്ല. അവൻ്റെ ബർത്ത്ഡേ വീഡിയോയും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് അതിലായിരിക്കും ഉണ്ടാവുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ ഷൂസ് എടുക്കാനായിട്ട് കയറി. അവൻ കുറച്ച് ദിവസമായി ഷൂസൊക്കെ വേണമെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ബർത്ത്ഡേ ഒക്കെ ആണല്ലോ വരുന്നത്, അപ്പോൾ അതിന് എടുക്കാമെന്ന്. അങ്ങനെ ഓരോ ഷൂസൊക്കെ ഇട്ടിട്ട് നോക്കി. അങ്ങനെ ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു. പക്ഷെ അതൊന്നും അല്ല അവൻ എടുത്തത്. അവൻ ചേട്ടൻ്റെ പാറ്റേൺ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും ഒരേ പാറ്റേൺ ആയിട്ടോ. അത് കഴിഞ്ഞ് സ്റ്റഡ് അടിക്കാൻ വേണ്ടിയിട്ട് കയറി. അവൻ ഒത്തിരി കരഞ്ഞേ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി. ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇടിമുഴിക്കിലുള്ള ഗണപതി ക്ഷേത്രത്തിലാണ് പോകുന്നത്. പാലക്കാട് നിന്ന് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ അച്ഛൻ. പിന്നെ ചാമിൻ്റെ അച്ഛനമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. അവരെ ഞാൻ പറഞ്ഞിരുന്നു അവർ ശബരിമലയ്ക്ക് പോയതാണ്. അപ്പോൾ അവരെത്തൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ നമ്മൾ രാത്രിയാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പോയി കേക്കൊക്കെ വാങ്ങിക്കൊണ്ട് വന്നപ്പോഴത്തേന് 7, 7:30, 8 മണിയായി. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. ഫുഡ് എന്ന് പറയുന്ന ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കിയത്. അധികം പേരൊന്നുമില്ല. വീടിൻ്റെ മുകളിലുള്ള കുറച്ച് പേരെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ബീച്ചിലേക്കാണ്. അപ്പോൾ അച്ഛൻ വന്നല്ലേ, അച്ഛൻ ഇനിയിപ്പോൾ നാളെയൊക്കെ ആയിട്ട് പോവും. അപ്പം ബീച്ചിലോട്ടൊന്ന് ഇറങ്ങാമെന്ന് കരുതി. നൈറ്റൊക്കെയാണ് സുഖം ബീച്ചിലോട്ടൊക്കെ ഇറങ്ങാൻ. അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ അത്രേ ഉള്ളൂ.